ആലപ്പുഴയെയും കൊച്ചിയെയും ഭീതിയിലാഴ്ത്തി കുറുവാ സംഘം. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ചർച്ചയാവുകയാണ് കുറുവാ സംഘം. ആലപ്പുഴയിലായിരുന്നു കുറുവാ സംഘത്തെ ആദ്യം കണ്ടതെങ്കിലും എറണാകുളത്തും ഇവരുടെ സാന്നിധ്യമുണ്ടെന്നാണ് സംശയം. എറണാകുളത്തെ പരവൂരിലുള്ള വീടുകളിൽ മോഷണശ്രമം നടത്തിയത് കുറുവാ സംഘമാണെന്ന നിഗമനത്തിലാണ് പോലീസ്. പുന്നപ്രയിൽ ഉറങ്ങിക്കിടന്ന അമ്മയുടെയും കുഞ്ഞിന്റെയും അരപ്പവനോളം വരുന്ന മാലയും കുറുവാ സംഘം മോഷ്ടിച്ചിട്ടുണ്ട്. ആലപ്പുഴയിൽ ഭീതിയായി മാറിയ കുറുവാ സംഘത്തിന്റെ രേഖാചിത്രം വരയ്ക്കാനുള്ള നീക്കത്തിലാണ് നിലവിൽ പോലീസ്. ആലപ്പുഴയിൽ പുന്നപ്ര തൂക്കുകുളത്തെത്തിയ കുറുവാ സംഘത്തെ പിടികൂടാനുള്ള ശ്രമത്തിൽ യുവാവിനെ സംഘം ആക്രമിച്ചിരുന്നു. ആക്രമണത്തിനിരയായ യുവാവിൽ നിന്ന് മോഷ്ടാവിനെ കുറിച്ചുള്ള വിവരങ്ങൾ തേടാനാണ് പോലീസിന്റെ തീരുമാനം. ആക്രമിയുടെ മുഖം വ്യക്തമായി കണ്ടെന്ന് യുവാവ് പോലീസിനോട് പറഞ്ഞിരുന്നു. ഇതോടെയാണ് ഇയാളിൽ നിന്ന് വിവരം തേടി രേഖാചിത്രം വരയ്ക്കാൻ പോലീസ് ഒരുങ്ങുന്നത്. കൊച്ചിയിൽ 10ഓളം വീടുകളിൽ കുറുവാ സംഘം എത്തിയിട്ടുണ്ടെന്നാണ് നാട്ടുകാർ അറിയിക്കുന്നത്. ലഭിച്ച CCTV ദൃശ്യങ്ങളിൽ നിന്ന് കുറുവാ സംഘത്തിന് സമാനമായ മോഷണ രീതിയാണ് ഇവർ അവലംബിക്കുന്നതെന്നാണ് സംശയിക്കുന്നത്. നിലവിൽ പറവൂർ മേഖലയിൽ അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ്. ഇന്നലെ പ്രദേശത്ത് നൈറ്റ് പട്രോളിംഗും ഉണ്ടായിരുന്നു. ഇന്നും അന്വേഷണം ഉണ്ടാകുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. സാധാരണഗതിയിൽ കുറുവാ സംഘം മോഷണത്തിന് വന്നാൽ ഒന്നും മോഷ്ടിക്കാതെ അവർ മടങ്ങാറില്ല. എന്നാൽ ഇവിടെ ചില വീടുകളിൽ ഒന്നും മോഷണം പോകാത്തതുകൊണ്ടാണ് വന്നത് കുറുവാ സംഘമാണോ എന്ന് പോലീസ് സംശയിക്കുന്നത്. പക്ഷേ മോഷ്ടാക്കളുടെ വേഷം കുറുവാ സംഘത്തിൻ്റെതായതിനാൽ തന്നെ അവർ തന്നെയാണ് വന്നതെന്ന സംശയവും നിലനിൽക്കുകയാണ്. മോഷണം നടത്തേണ്ട വീടുകളെ കുറിച്ച് കൃത്യമായി പഠിച്ച ശേഷം എത്തുന്നവരാണ് കുറുവാ സംഘം. പകൽ സമയങ്ങളിൽ അനുകൂല സാഹചര്യമുള്ള വീടുകൾ കണ്ടുവെച്ച് രാത്രി മോഷണം നടത്തുന്നതാണ് ഇവരുടെ രീതി. ഉരൽ നിർമ്മാണം, ചൂൽ വിൽപ്പന, ഭിക്ഷാടനം, ആക്രിപെറുക്കൽ, ധനസഹായ ശേഖരണം തുടങ്ങിയ പ്രവർത്തനങ്ങളുമായി കുറുവാ സംഘത്തിലെ സ്ത്രീകളുടെ സംഘം വീടുകളിൽ കയറിയിറങ്ങും. തുടർന്ന് 1 വർഷത്തോളം കാത്തിരുന്ന ശേഷമാണ് പൊതുവെ മോഷണം നടത്തുന്നത്. വീടുകളുടെ പിൻവാതിലിലൂടെയാണ് പൊതുവെ ഇവർ അകത്തേക്ക് കടക്കുക. വീടിന് പുറത്ത് പൈപ്പിൽ നിന്ന് വെള്ളം വീഴുന്നതിന്റെയും കുഞ്ഞിന്റെ കരച്ചിലോ കേൾപ്പിക്കും. തുടർന്ന് ശബ്ദം കേട്ട് പുറത്തിറങ്ങുന്ന വീട്ടുകാരെ ആക്രമിച്ച ശേഷമാണ് ഇവർ അകത്തേക്ക് കയറുക. ഇതിനു വേണ്ടിയുള്ള ആയുധങ്ങളും ഇവരുടെ കൈവശമുണ്ടാകും.